ശൂർപ്പണഖ രാവണന് കാണിച്ചു കൊടുത്തു. അലറിക്കൊണ്ട് രാവണൻ ചോദിച്ചു, ആരാണ് ഈ ധിക്കാരം കാണിച്ചത്? ഏത് ദേവനാണ് അല്ലെങ്കിൽ ഏത് കൊടൂര രാക്ഷസനാണ് നിന്നെ ആക്രമിച്ചത്? മനുഷ്യൻ, വെറും ഒരു മനുഷ്യൻ. ശൂർപ്പണഖ മറുപടി പറഞ്ഞു. മനുഷ്യൻ? ഈ രാവണന്റെ സഹോദരിയെ കേവലം ഒരു മനുഷ്യൻ ആക്രമിച്ചെന്നു? എന്താണ് ഉണ്ടായതെന്ന് പറയൂ. രക്തം വാർന്നൊലിക്കുന്ന ശൂർപ്പണഖയുടെ മുഖത്ത് തലോടിക്കൊണ്ട് രാവണൻ ചോദിച്ചു. ശൂർപ്പണഖ തുടർന്നു. ഞാൻ വിഹരിക്കുന്ന വനത്തിൽ 2 യുവാക്കളെ കാണാനിടയായി. തേജസ്വിനിയായ, ആർക്കും പ്രണയം തോന്നുന്ന 2 പേർ. രാമൻ, ലക്ഷ്മണൻ. അവരിലെ ജ്യേഷ്ഠനായ രാമനോട് ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തി. വിവാഹിതനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഉപപത്നിയായിരിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് ഞാൻ അറിയിച്ചു. അദ്ദേഹം ഏകപത്നി വ്രതനാണെന്നും എൻ്റെ പത്നി നിന്നേക്കാൾ സുന്ദരിയാണെന്നും അദ്ദേഹം എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.